എല്ലാവർക്കും പെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ഗൗൺ ടൈപ്പ് ഡ്രസ്സുകളാണ് കൂടുതൽ കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കൂടുതലും സൽവാർ സെറ്റ്സ് ആണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രോപ്പ് ടോപ്സും അതുപോലെ സ്കേർട്ട്, ജീൻസ്, അതൊന്നും ജീൻസ് ഞാൻ ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഈ വീക്കിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരുപാട് ക്രോപ്പ് ടോപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലോങ് ടോപ്സും അതുപോലെ ക്രോപ്പ് ടോപ്സും രണ്ടുമായിട്ടുള്ള വീഡിയോ ഞാൻ ഈ വീക്കിൽ അപ്ലോഡ് ചെയ്യാം. ഇന്ന് നമ്മൾ ഗൗണാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനത് കാണിക്കാം. ഫസ്റ്റ് വൺ മൾട്ടി കളറിൽ വരുന്ന ഒരു ഗൗണാണ്. സ്ലീവ്സ് ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. ഷർട്ടിൻ്റെ പോലെയാണ് എൻ പോർഷനിൽ വരുന്നത്. ബട്ടൺസ് വെച്ചിട്ടാണ് വരുന്നത്. ചൈനീസ് കോളറാണ് കൊടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 54 ആണ് വരുന്നത്. ചെസ്റ്റ് സൈസ് അപ് ടു 42 വരെ, 42 കേട്ടോ, 42 വരെ ചെസ്റ്റ് സൈസ് കിട്ടും. ലെങ്ത്ത് 54 ആണ് വരുന്നത്. നല്ല കളേഴ്സാണ് പെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 1299 രൂപയാണ്. 1299 ആണ് ഇതിൻ്റെ പ്രൈസ്. നെക്സ്റ്റ് വൺ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നതാണ്. നല്ലൊരു കളർ ഷെയ്ഡാണ്. 2 കളേഴ്സേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ട്. ഇതും ചൈനീസ് കോളർ തന്നെയാണ് കേട്ടോ. ഫുൾ ബട്ടൺസ് ആയിട്ട് വരുന്നതാണ്. ഫുൾ സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ എൻഡിൽ എലാസ്റ്റിക് ആണ്. ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം. എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 55 ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് 38 ആണ് വരുന്നത്. മീഡിയം ആണ് സൈസ് വരിക. നല്ലൊരു കളറാണ്. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ്. ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇതും നല്ലൊരു ഷെയ്ഡാണ്. ഫുൾ സ്ലീവ് തന്നെയാണ്. സ്ലീവ്സ് ഒക്കെ നേരത്തെ പോലെ തന്നെ എലാസ്റ്റിക് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഐറ്റത്തിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 50 ആണ്. നേരത്തെ കാണിച്ചത് 55 ലെങ്ത്ത് ഉണ്ടായിരുന്നു. സ്ലീവ്സ് എല്ലാം സെയിം തന്നെയാണ്. ചെസ്റ്റ് സൈസ് അപ് ടു 38 ആണ് കിട്ടുക. നല്ലൊരു ലാവൻഡർ ആൻഡ് നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കളർ ചാർട്ട് തന്നെയാണ് ഇതും. നെക്സ്റ്റ് വൺ കാണിക്കാം. നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് വീഡിയോയിൽ ഈ ഒരു ഷെയ്ഡ് വരുന്നത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതുപോലെ ഈ ഗ്രീനും കുറച്ച് ഡിഫറൻസ് ആണ് കളറ്. ക്ലോസ് റിവ്യൂ കാണിക്കാം. അപ്പോൾ കറക്റ്റ് കളർ കിട്ടുമോ എന്നുള്ള അറിയില്ല. ഇത് സ്മോൾ ആണ് സൈസ് വരുന്നത്. ഇതിന് സ്ലീവ്ലെസ് ആയിട്ടാണ് ഗൗണ് വന്നിട്ടുള്ളത്. ഓവർകോട്ട് പോലെ 49 ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് സൈസ് 36 ആണ് കേട്ടോ വരുന്നത്. ഓവർകോട്ട് ഷർട്ട് മോഡൽ തന്നെയാണ് വരുന്നത്. ഓവർകോട്ട് ഫുൾ സ്ലീവ് ആയിട്ട് തന്നെയാണ്. ഇതിൻ്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഞാൻ. 2 സൈഡിൽ പോക്കറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ബട്ടൺസ് എലാസ്റ്റിക് ആണ് ബോട്ടം പോർഷനിൽ വരുന്നത്. അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിൽ ബട്ടൺസ് വെച്ചിട്ട് തന്നെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. കളർ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ കാണുന്നത് ഓൾമോസ്റ്റ് കളർ കറക്റ്റ് ആണ്. ചെറിയൊരു വേരിയേഷൻ ആണ് വരുന്നത്. നല്ലൊരു കളേഴ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. ഇതിൻ്റെയും പ്രൈസ് സെയിം തന്നെയാണ് കേട്ടോ. 1399 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മെറൂണും ആഷും, ഡാർക്ക് മെറൂണും ഡാർക്ക് ആഷും ആണ് കളർ ചാർട്ട് വന്നിട്ടുള്ളത്. ഇത് മീഡിയം ആണ് സൈസ് വരുന്നത്. ചെസ്റ്റ് സൈസ് അപ് ടു 38 വരെ കിട്ടും. ലെങ്ത്ത് ഓൾമോസ്റ്റ് 52 ആണ് വരുന്നത്. ഇതിന് ഇന്നേഴ്സ് മീൻസ് ലൈനിങ് അവൈലബിൾ അല്ല. ഫാബ്രിക് വ്യത്യാസമുണ്ട്. നേരത്തെ കാണിച്ചത് ഒരു ജോർജറ്റ് പാറ്റേണിൽ വരുന്നതാണ്. ഇതാണ് ഓവർകോട്ട് വരുന്നത്. ക്ലോസർ വ്യൂ കാണിക്കാം. ഞാൻ ഫസ്റ്റ് കാണിച്ചപ്പോൾ ഉള്ള കളർ തന്നെയാണ് കേട്ടോ. അത്രയും ഡാർക്ക് മെറൂൺ ആണ് വരുന്നത്. ഇപ്പോൾ കാണിക്കുമ്പോൾ ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ ലൈറ്റർ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് ഏകദേശം കറക്റ്റ് ആണ് കേട്ടോ. നല്ല ഡാർക്ക് ആയിട്ടുള്ള മെറൂണും ആഷും ആണ് കളർ വരുന്നത്. 1399 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഗൗൺ പാറ്റേൺ ഈ ഇടയായിട്ട് കുറേ പേരായി ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ ഞാൻ ചെയ്യുന്നത്. ഇനി അതല്ലാത്ത നമ്മുടെ അംബ്രല ടൈപ്പിൽ വരുന്ന ഗൗൺസ് വേറെ ഉണ്ട്. അതിന് വേറൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. ഇതിൻ്റെ ക്ലോസർ വ്യൂ ആദ്യം ഞാൻ കാണിക്കാം. ലാവൻഡർ ഷെയ്ഡാണ്. എംബ്രോയിഡറി ആണ് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത്.
ഇതൊരു എ ലൈൻ പാറ്റേണിൽ വരുന്നതാണ്. നല്ലൊരു കളർ ആണ്. അതുപോലെ ഫുൾ സ്ലീവ്സ് ആണ്. സ്ലീവ് എൻഡ്സിൽ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു അബായ പാറ്റേൺ ഒക്കെയാണ് ഏറെക്കുറെ. നല്ല ഫാബ്രിക് ആണ്. നമുക്കിതിന് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. നല്ലൊരു ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിൽ വരുന്നൊരു ഫാബ്രിക് ആണ്. വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിളും ആണ്. ഇതിൻ്റെ തന്നെ ഒരു കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. ഇതിൻ്റെ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ അങ്ങനെ 4 സൈസസ് ആണ് അവൈലബിൾ ആയിട്ട് വരിക. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ്. ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ട് വരും. വീഡിയോയിൽ കളർ ഇച്ചിരി വ്യത്യാസമുണ്ട്. എല്ലാ സ്കിൻ ടോണുകാർക്കും ചേരുന്നൊരു കളറാണ്. എലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. കുഞ്ഞു കുഞ്ഞു ലൈൻസ് വരും. ഈ ഒരു കളറിൻ്റെ 2 സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് മീഡിയം ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു ലാർജ് ആയിരിക്കും മിക്കത് അവൈലബിൾ ആവുക. ഞാൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. ലാവൻഡറിൻ്റെ കളേഴ്സ് ഉണ്ട്. 2 ഷെയ്ഡ്സും കൂടി ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് 1250 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വേഗം സ്പീഡിൽ പറഞ്ഞു തീർക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയും മീഡിയം, ലാർജ്, എക്സൽ അല്ലെങ്കിൽ ഏതൊക്കെ സൈസസ് ആണ് അവൈലബിൾ എന്നുള്ളത് പറയും. അപ്പോൾ ആ സൈസസ് മാത്രമായിരിക്കും നമ്മുടെ കയ്യിൽ കറൻ്റ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ. ചില ഐറ്റംസ് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. ചിലത് നമുക്ക് റീസ്റ്റോക്ക് ചിലപ്പോൾ പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ളതായിരിക്കില്ല. അപ്പോൾ വൺസ് റീസ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അപ്ഡേഷൻ ഉണ്ടായിരിക്കും എന്തായാലും. അതുപോലെ നമ്മൾ ഓഫർ സെയിലിൽ കാണിക്കുന്നതാണെങ്കിലും അതുപോലെ ഞാനിപ്പോൾ ഇന്നലെ ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ സിംഗിൾ പീസ് ആയിട്ട് കാണിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതൽ ഇന്നലത്തെ വീഡിയോയിൽ. അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന ആ ഒരു സൈസ് മാത്രമേ നമ്മുടെ കയ്യിൽ കറൻ്റ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ ഇന്നലെ ചെയ്തതിൽ ഒരു 999 ഒരു സൽവാർ സെറ്റ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഇന്ന് രാവിലെ തന്നെ അത് സോൾഡ് ഔട്ട് ആയായിരുന്നു. അപ്പോൾ അത് ഇനി റീസ്റ്റോക്ക് ചെയ്യണമെന്നാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ റീസ്റ്റോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസസ് മെൻഷൻ ചെയ്ത് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി കുറച്ച് പേര് ഓർഡർ തന്നതുകൊണ്ട് തന്നെ ഇനി ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു 1 to 2 ഡേയ്സും കൂടി വെയിറ്റ് ചെയ്യാം. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരുമിച്ച് ഓർഡർ ഇടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം പലർക്കും പല സൈസസ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ ലാർജും, ഡബിൾ എക്സൽ, എക്സൽ അങ്ങനെയൊക്കെയാണ് ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി എനിക്കൊന്ന് മെസ്സേജ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇപ്പോൾ പെട്ടെന്ന് പറയാനായിട്ട്. പിന്നെ ഒരു കാര്യം പിന്നെ വേറെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജസ് അഥവാ ഞാൻ റിപ്ലൈ കുറച്ച് ഡിലേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ലേറ്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്നവർ ആഫ്റ്റർ ഒരു 1 o'clock 2 o'clockന് ശേഷം മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നവരാണെങ്കിലും അതുപോലെ രാവിലെ ഒരു 5 മണി 6 മണി 7 മണി സമയത്ത് മെസ്സേജ് അയക്കുന്നവരുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവണ്ട. മീൻസ് ചിലപ്പോൾ ചിലർ കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല. ഞാൻ പിന്നെ കോൾ ചെയ്താലും ഞാൻ സംടൈംസ് ഞാൻ കാണാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫോൺ ഞാൻ നീക്കി വെച്ചിട്ടുണ്ടാവും രാവിലെ പ്രത്യേകിച്ച്. ഒരു 9-9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓൺലൈനിൽ ഉണ്ടാവും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാറുണ്ട് മെസ്സേജ് ഉണ്ടോ എന്താ റീഫ്രഷ് ചെയ്യലും കാര്യങ്ങളും അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെയും ഡേ ടൈംസിൽ നമ്മൾ പിന്നെ അവൈലബിൾ ആയിരിക്കും. അത്രയ്ക്ക് അങ്ങോട്ട് ഡിലേ വരില്ല. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളും വരുമ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ കുറച്ച് ഡിലേ വരുള്ളൂ. അതർവൈസ് ഞാൻ നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഒട്ടും അധികം ഡിലേ വരുത്താതെ എല്ലാവർക്കും ഞാൻ സ്പീഡിൽ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. രാവിലെ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ നമ്മൾ വന്നിട്ടുള്ള മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നിൽക്കലും അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്ക് റിപ്ലൈ കൊടുത്ത് വരുമ്പോഴേക്കും ടൈം പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ 9:30ക്ക് ശേഷമേ ഉണ്ടാവുള്ളൂ എന്ന് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അതിനുശേഷം റിപ്ലൈ അത്ര ഡിലേ ഒന്നും വരില്ല. എന്താണെങ്കിലും വേഗം തന്നെ റിപ്ലൈ വരും. എന്താ പറയുക, മുൻപ് ഒരു വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിം തിങ് തന്നെയാണ് റീസൺ. കാരണം എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ എൻ്റെ മമ്മി പപ്പയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ മമ്മി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര പ്രശ്നമൊന്നുമില്ല. ഞാൻ എഴുന്നേറ്റില്ലെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കുത്തിപ്പിടിച്ചിരുന്നാലും മമ്മി ഫുഡ് ഉണ്ടാക്കിക്കോളും. ഇപ്പോൾ അതല്ല അവസ്ഥ. ഞാൻ തന്നെ കയറണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ തന്നെ കയറി വെച്ചുണ്ടാക്കിയാൽ തന്നെയാണ് എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ ഡിസോർഡർ ആയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു അന്നത്തെ ദിവസം ഫുള്ള് പോയി കിട്ടും. ഇതിപ്പോൾ ഞാൻ പറയാനുള്ള റീസൺ വീണ്ടും ഞാൻ പറഞ്ഞത് എന്താ പറയുക, പറയാൻ ആഗ്രഹിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നുമല്ല. പ്രത്യേകിച്ച് പേഴ്സണൽ തിങ്സ് എനിക്ക് പറയാൻ തീരെ താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നതിൻ്റെ ബേസിസിലാണ് ഞാൻ ഈ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ഐറ്റംസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുക. വാട്സപ്പ് നമ്പർ 9072972711 ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.